നമസ്കാരം, ഞാൻ ഡെറീന ഷൈൻ ഡിസിൽവ. ദ ട്രൂ ക്യാരക്ടർ ഓഫ് എ സൊസൈറ്റി ഈസ് റിവീൽഡ് ഇൻ ഹൗ ഇറ്റ് ട്രീറ്റ്സ് ഇറ്റ്സ് ചിൽഡ്രൻ. അതായത് ഒരു സമൂഹത്തിന്റെ സ്വഭാവം എന്നത് ആ ഒരു സമൂഹം കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിന് അനുസരിച്ചിരിക്കും. ഇത് നെൽസൺ മണ്ടേലയുടെ ഒരു പ്രശസ്തമായ വാക്കുകളാണ്. നമ്മുടെ രാജ്യത്തിന്റെ രൂപീകരണത്തിനും പുരോഗതിക്കും കുട്ടികളെ എത്രത്തോളം പങ്കുവെക്കുന്നുണ്ട് എന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കുട്ടികൾ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പലവിധ അതിക്രമങ്ങൾക്കും ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും ഇരയാകുന്നുണ്ട്. ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു ജീർണാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. കുട്ടികളെ സംരക്ഷിക്കുവാനായിട്ടും കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങളും അതിക്രമങ്ങളും തടയുവാനായിട്ടും അതിനെ പ്രതിരോധിക്കാനുമായിട്ടും 2012 നിലവിൽ വന്ന ഒരു നിയമമാണ് പോക്സോ നിയമം. പോക്സോ നിയമം എന്താണെന്നും അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ തന്നെ പോക്സോ നിയമത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് സുബൽ പോൾ സാറാണ്. അദ്ദേഹത്തിന്റെ പ്രധാന മേഖല എന്നത് ഫാമിലി ലോ ആണ്. അദ്ദേഹം തന്റെ മേഖലയിൽ 35 വർഷത്തോളം പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. അദ്ദേഹം ബാച്ചലർ ഓഫ് ലോസ് അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ലോസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗവൺമെന്റ് ലോയർ ആയിരുന്നു. അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേ അഡ്വക്കേറ്റ് ആയിട്ടും സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം കേരള ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റായി സേവനം അനുഷ്ഠിക്കുന്നു. തന്റെ നിയമകുപ്പായത്തിന് പുറമെ ധാരാളം കഴിവുകൾ അദ്ദേഹത്തിനുണ്ട്. ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങൾക്ക് അദ്ദേഹം വരികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗായകൻ കൂടിയാണ് അദ്ദേഹം. കോമ്രേഡ് പോലുള്ള സിനിമകളിൽ ചെറിയ വേഷങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തില് ചെറിയ കുഞ്ഞുങ്ങൾ വരെയും അതിക്രൂരതകൾക്കും പീഡനങ്ങൾക്കും ഇരകളാകുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് പോക്സോ നിയമം എന്താണെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് പോക്സോ നിയമം, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ആ ചോദ്യത്തിൽ തന്നെ ഒരു ഇതിന്റെ ഈ ആക്ട് ഉണ്ടായതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ കുറിച്ച് ഒരു പ്രതിഫലനമുണ്ട്. അതായത് ചോദിച്ച കാലഘട്ടം അല്ലെ, ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യത അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ആവശ്യം അനുസരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. നിയമനിർമ്മിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റീവ് ലെജിസ്ലേഷൻ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ആക്ടിന്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും, അതിന്റെ ടൈറ്റിലിൽ തന്നെ മനസ്സിലാവും ഇതാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതായത് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും 18 വയസ്സിൽ താഴെയുള്ളവർ അവർക്കുള്ള പരിരക്ഷയാണ് ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നത്. അപ്പോ ഇതൊരു സെൻട്രൽ ആക്ട്, ഇത് 2012 വന്ന ആക്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ ഒരു റീസെന്റ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് നിർമ്മിച്ച ഒരു ആക്ടാണ്. ഇതൊരു സെൻട്രൽ ആക്ട് ആണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനെ ഒരു 3 വിഭാഗമായിട്ടാണ് മെയിനായിട്ട് തിരിക്കുന്നത്. അതായത് സെക്ഷൽ അസോൾട്ട്, പിന്നെ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, പിന്നെ അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. അപ്പൊ ഇത് 3 വിഭാഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ആദ്യം പറഞ്ഞതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സെക്ഷൽ അസോൾട്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അത് നിയമമാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജനനേന്ദ്രിയങ്ങൾ കടത്തി അതിലൂടെ ഉണ്ടാക്കുന്ന ഇഞ്ചുറീസ്, ഡാമേജസ് അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതിന്റെ അഗ്രവേറ്റീവ് ഫോം എന്ന് പറയുന്നത് സ്വന്തം പിതാവ് തന്നെ ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളെയാണ് അഗ്രവേറ്റീവ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. ഈ 3 വിഭാഗങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഗ്രവേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല, ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് കോടതികൾ കാണുന്ന ഒരു ഒഫൻസ് ആണ്. അതിന് കൂടുതൽ ശിക്ഷയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിക്ടിംസിന് പരമാവധി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പരിരക്ഷ കിട്ടേണ്ട ഒരു നിയമമാണ്. അപ്പൊ അത് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിന്റെ കോടതികൾ എന്ന് പറയുന്നത് ജില്ലാ കോടതികളാണ്. ഇതൊരു സ്പെഷ്യൽ കോർട്ടാണ്, ജില്ലാ കോടതിയാണ്. അപ്പോ ആ ജില്ലാ കോടതിയിൽ അല്ലെങ്കിൽ ആ സ്പെഷ്യൽ കോർട്ടിൽ ഈ വിക്ടിംസിനെ കൊണ്ടുവന്നിട്ട് ഒരു ഓപ്പൺ വിസ്താരം അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും ഒരു ട്രാൻസ്പെറൻസി അവിടെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിക്ടിംസിന്റെ ഐഡന്റിറ്റി പുറത്ത് വെളിപ്പെടാൻ പാടില്ല. അവർക്ക് നാളെ ഭാവിയുള്ളതാണ് ഈ റേറ്റ് വിക്ടിംസിനെ പോലെ തന്നെ. അപ്പൊ അത് അത്രമാത്രം നിയമം ഇതിന്റെ അകത്ത് അലർട്ടാണ്, ശ്രദ്ധയുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു സ്ക്രീനുണ്ട്, ഒരു സാക്ഷി കൂടുണ്ട്. അതിൽ ഈ കുട്ടിയെ അവരുടെ ഐഡന്റിറ്റി മറ്റുള്ളവർക്ക് അവിടെ ഇരിക്കുന്ന കോടതിയിരിക്കുന്ന മറ്റു വക്കീൽമാർക്ക് പോലും ഒന്നും കാണാൻ കഴിയില്ല ആ വ്യക്തിന്റെ രൂപം. അത്രമാത്രം ശ്രദ്ധ ഈ ലെജിസ്ലേഷൻ അതുപോലെ തന്നെ കോടതികൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഞാൻ പ്രത്യേകിച്ച് ഒരു അനുഭവം പങ്കുവെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഉണ്ട്, അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഒരു പിതാവ് ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് പഴയ കാലത്ത് നമുക്ക് അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അധ്യാപകര് അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മളിപ്പോ ടിവിയിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്. അത് മുതിർന്ന കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ വളരെ പിഞ്ചു കുട്ടികളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതിക്രമങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർത്തും അത് ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. എങ്കിൽ പോലും അത് ഗൗരവമായിട്ട് കാണേണ്ടതാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു സോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് സ്കൂള്, പിന്നെ ഒന്ന് വീട്. ഇപ്പൊ ഏറ്റവും അടുത്ത് ഞാൻ കേട്ട ഒരു കേസ്, അതൊരു യൂഷ്വലായിട്ടുള്ള ഒരു സംഭവം അല്ല. യൂഷ്വലായിട്ടുള്ള ഒരു കാര്യം പറയാം. ഒരു ശ്വാസം മുട്ടുന്ന ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സ്വന്തം അമ്മ തന്നെയാണ് കൊണ്ടുപോയത്. അവന് കൊണ്ടുപോയപ്പോഴത്തേക്കും എക്സ്റേ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് എക്സ്റേ റൂമിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ അറിയാലോ, സ്വാഭാവികമായിട്ട് എക്സ്റേ റൂമിൽ നമ്മൾ കൂടെ പോകുന്ന ഒരു കാര്യം കയറ്റാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയെ ഈസിംഗ് ആയിട്ടാണ് കുട്ടിയെ കൊണ്ടുപോയത്. അപ്പൊ ആ കുട്ടിയെ ഈ പറഞ്ഞ പോലെ സെക്ഷൽ ആയിട്ട് ആ എക്സ്റേ റൂമിൽ വെച്ച് എക്സ്റേ എടുക്കുന്ന ആൾ റേഡിയോളജിസ്റ്റ് അല്ല എന്നല്ലേ പറയുന്നത്, ചൂഷണം ചെയ്യുന്ന ആൾ. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാത്തൊരു കാര്യമല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ രോഗികൾ ഹോസ്പിറ്റലിൽ പോകുന്ന മന്ത്രാസുഖം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ, അവിടെ പോലും ഇങ്ങനെ പീഡനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഓരോ നിമിഷവും ഇത്തരം ഒഫൻസുകൾ ഉണ്ടാവുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് അല്ലേ. താങ്ക് യു സർ. പോക്സോയുമായി ബന്ധപ്പെട്ട നിരവധി അറിവുകൾ പകർന്നു നൽകിയതിനും ഈ ഒരു വിലയേറിയ സമയം എനിക്ക് വേണ്ടി കണ്ടെത്തുന്നു. എന്റെ പേരിലും പിള്ളാരി കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ബുക്കാക്കിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമായ പോക്സോ നിയമത്തെക്കുറിച്ച് നാം ഇന്ന് കൂടുതലായി അറിഞ്ഞു. പോക്സോ നിയമം എന്താണെന്നും പോക്സോ നിയമത്തിന്റെ ലക്ഷ്യം ഏതൊക്കെയാണെന്നും പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങളും നാം ഇന്ന് അറിയുകയുണ്ടായി. അതിക്രൂരതകളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികളെ ഈ ഒരു നിയമത്തിന് സംരക്ഷിക്കാൻ സാധിക്കട്ടെ എന്നും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.